സുധാകരൻ മത്സരിച്ചാൽ സന്തോഷത്തോടെ സ്വീകരിക്കുമെന്ന് കണ്ണൂർ DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ്. ഞാൻ ഒരിക്കലും അദ്ദേഹത്തെ തള്ളിപ്പറയില്ല. കെ സുധാകരന്റെ വീട്ടിലെത്തി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് പ്രതികരണം. ഞാൻ സാധാരണ കേസ് വന്നാൽ എപ്പോഴും വന്ന് കാണുന്നതാണ്. ചില രാഷ്ട്രീയ കാര്യങ്ങൾ സംസാരിക്കാതെ സ്വാഭാവികമാണ്. നിങ്ങളിവിടെ നിൽക്കുന്ന തന്നെ ഞാനിവിടെ വരുത്തുണ്ടല്ലോ. ഇതിനല്ലാത്ത സംഭവങ്ങളിലും ഞാനവിടെ വരുത്ത് സാധാരണ ഉള്ളത്. അദ്ദേഹത്തിനൊരു അതൃപ്തി ഉണ്ടോ? അല്ല, അതല്ല അദ്ദേഹത്തോട് തന്നെ ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ണൂരിലെ നേതാക്കളൊക്കെ അദ്ദേഹത്തിന്റെ കൈപിടിച്ച് വളർന്നവരാണ്. സത്യമാണ്. കണ്ണൂരിലെ നേതാക്കള് പറയാൻ ഇപ്പൊ ഒരു പശ്ചാത്തലം താങ്കളടക്കം അദ്ദേഹത്തെ തള്ളിപ്പറയുന്നത്. ഞാൻ ഒരിക്കലും തള്ളിപ്പറയാം. എന്റെ ജീവിതത്തിൽ തള്ളിപ്പറയില്ല, തള്ളി പറഞ്ഞിട്ടുമില്ല. നിങ്ങൾ കാണിച്ച അതായത് പത്രധർമ്മത്തിനെതിരായിട്ടുള്ള കാര്യമാണ് നിങ്ങൾ കാണിച്ചത്. വാർത്താ സമ്മേളനത്തിൽ ഹൈക്കമാൻഡാണ് MP മാർ മത്സരിക്കുന്നത് തീരുമാനിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതല്ലാതെ ഞാൻ വേറൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിനാ നിങ്ങൾ മത്സരിക്കാൻ സാധ്യതയുണ്ടോ? അതല്ല എന്നോടല്ലോ ചോദിക്കും. ഞാൻ DCC പ്രസിഡന്റ് അല്ലേ. സ്ഥാനാർത്ഥി കെ സുധാകരൻ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ. അദ്ദേഹത്തെ പോലെ ഒരാളുടെ സ്ഥാനാർത്ഥിത്വത്തെ കുറിച്ച് അദ്ദേഹം മത്സരിച്ചാൽ ഞങ്ങൾ വളരെ സന്തോഷത്തോടെ മത്സരിച്ചാൽ സന്തോഷത്തോടെ സ്വീകരിക്കും. കെ സുധാകരന്റെ ത്യാഗങ്ങളെക്കുറിച്ച് കണ്ണൂരിലെ ജനങ്ങൾക്കെന്നല്ല കേരളത്തിലെ തന്നെ ജനങ്ങൾക്ക് പറഞ്ഞുകൊടുക്കേണ്ട കാര്യമില്ല. KPCC അംഗം അമൃത രാമകൃഷ്ണൻ കെ സുധാകരനെ വീട്ടിലെത്തി സന്ദർശിച്ചു. എന്താണ് കേസ് പറഞ്ഞത്? എന്താ? ഞാൻ അദ്ദേഹത്തെ കാണാൻ വേണ്ടി വന്നതാണ്. അദ്ദേഹം നാട്ടിൽ വരുന്ന സമയത്തൊക്കെ വന്ന് കാണാറുണ്ട്. അങ്ങനെ ഒരു പേഴ്സണൽ വിസിറ്റാണ്. അദ്ദേഹത്തോട് കുറച്ച് സമയം സംസാരിച്ചു. ഇപ്പോൾ എന്താണ് മത്സരിക്കുന്നത്? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാനല്ലല്ലോ പറയേണ്ടത്. അതൊക്കെ അദ്ദേഹത്തിന് കൃത്യമായ അഭിപ്രായങ്ങളും അദ്ദേഹത്തിന്റെ തീരുമാനങ്ങളും ഒക്കെ അദ്ദേഹം തന്നെയാണ് പറയേണ്ടത്. അദ്ദേഹത്തെ പോലെയുള്ള ഒരു നേതാവിനെ കുറിച്ച് അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത്, അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്താണെന്നൊന്നും ഞാൻ മീഡിയനോട് ഷെയർ ചെയ്യാൻ ഞാൻ ആരുമല്ല. അതിന് ഞാൻ ആളല്ല എന്നാണ്. സങ്കടമുണ്ടോ കേസിന് ഇപ്പോഴത്തെ ഈ കാര്യത്തിൽ? നിങ്ങൾ എന്തിനെ കുറിച്ചാണ് സങ്കടം ഉണ്ടോ എന്ന് ചോദിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ലല്ല, ഞാനൊരു കാര്യം നിങ്ങൾ ചോദിച്ചാൽ ഞാൻ ഉത്തരം പറയാം. നിങ്ങൾ എന്തിനാണ് സങ്കടം ഉണ്ടോ എന്ന് ചോദിച്ചത് എനിക്ക് മനസ്സിലായില്ല. കാരണം ഇവിടെ ഒരു സങ്കടപ്പെടാനുള്ളൊരു സാഹചര്യം ഒന്നുമില്ല. അങ്ങനെ ഒരു തീരുമാനവും ഒന്നും വന്നിട്ടില്ല. എന്ത് തീരുമാനം എടുത്താലും വന്നാലും അത് അദ്ദേഹത്തിന് സുധാകരന് കൃത്യമായ ഒരു അഭിപ്രായം ഉണ്ടാവും. അദ്ദേഹത്തിനൊരു നിലപാടുണ്ട്. കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വ്യക്തമായ ഒരു കാഴ്ചപ്പാടുള്ള ഒരു നേതാവാണ്. കണ്ണൂരിന്റെ അനിഷേധ്യനായ ഒരു നേതാവാണ്. അപ്പൊ നിങ്ങളിവിടെ ഒരു തീരുമാനം വരുന്നതിന് മുമ്പ് സങ്കടമുണ്ടോ വിഷമമുണ്ടോ എന്നൊന്നും ചോദിക്കുന്നത് ശരിയല്ല. പിന്നെ എനിക്ക് ഇതിനെക്കുറിച്ച് അദ്ദേഹം എന്നും കണ്ണൂരിൽ തന്നെയുണ്ട് ഇതെന്റെ മണ്ണാണെന്നാണല്ലോ അദ്ദേഹം പറയുന്നത്. അതിൽ നിങ്ങൾ വിഷമമായിട്ട് കാണണമെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹത്തിന്റെ ത്യാഗങ്ങൾ എനിക്കറിയാം. അത് അറിയാത്തവരുണ്ടെങ്കിൽ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ശ്രീ കെ സുധാകരൻ എന്ന നേതാവിന്റെ ത്യാഗങ്ങളെ കുറിച്ച് ഇവിടെ കണ്ണൂരിലെ ജനങ്ങൾക്ക് എന്ന് അല്ല, കേരളത്തിലെ തന്നെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ ഇതുപോലെയുള്ള അസംഷൻസ് ഉണ്ടാക്കുന്നത് KPCC അംഗം കൂടിയാണ് താങ്കൾ. അമൃത രാമകൃഷ്ണന്റെ അഭിപ്രായം കെ സുധാകരൻ കണ്ണൂർ മത്സരിക്കണം എന്നൊരാഗ്രഹം അമൃത രാമകൃഷ്ണനുണ്ടോ? KPCC അംഗം എന്ന നിലയിൽ ഞാൻ പാർട്ടിയുടെ ഒരു ഭാരവാഹിയാണ്. അപ്പം കൃത്യമായിട്ട് നമ്മളൊരു കാര്യം പറയുമ്പോൾ അത് ആധികാരികമായിട്ട് പറയണമെങ്കിൽ, ആധികാരികമായി നമ്മളൊരു അഭിപ്രായം പറയണമെങ്കിൽ അത് തീർച്ചയായിട്ടും അത് എന്താണ് ഇപ്പോൾ പ്രതീക്ഷയുണ്ട്? ഇത് ഉചിതമായ ഒരു ചോദ്യമല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മൾ ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരം ചോദ്യങ്ങൾക്ക് നമ്മൾ അങ്ങനെ ഒരു ചർച്ചയിലേക്ക് പോകേണ്ടതില്ല എന്നാണ്. എന്ന് വെച്ചാൽ പലപ്പോഴും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നമ്മൾ ഭാരവാഹി എന്ന നിലയിൽ പലരുടെയും പേരുകൾ ഉയർന്നു വരാറുണ്ട്. അപ്പോ അതില് എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ള അതിനെ കുറിച്ചൊന്നും പറയാൻ ഞാൻ ആളല്ല. മത്സരിക്കണം എന്ന ആഗ്രഹമുണ്ടോ? അദ്ദേഹത്തിന് മത്സരിക്കാൻ താല്പര്യമുണ്ട്. അദ്ദേഹത്തിന്റെ ആ ഒരു ആഗ്രഹത്തിനൊപ്പമാണോ നിങ്ങൾ? കെ സുധാകരൻ എന്ത് തീരുമാനിച്ചാലും അദ്ദേഹത്തോടൊപ്പം അദ്ദേഹം മത്സരിക്കണോ വേണ്ടയോ എന്ന് നമ്മളല്ല തീരുമാനിക്കേണ്ടത്. ഞാൻ ഇപ്പോഴും പറഞ്ഞു, നമ്മൾ പാർട്ടിയുടെ ഒരു ഭാഗമായിട്ട് നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു പ്രോട്ടോകോൾ അനുസരിച്ച് വേണം പ്രതികരിക്കാൻ.